ഒന്നിനും കൊള്ളാത്ത ഒരാളായി മാറിപ്പോയി. എന്താണ് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്ത പേഷ്യന്റിനോട് സംസാരിക്കുന്നത് പോലെ നീ ഓരോ പ്രോബ്ലങ്ങൾ പറയുന്നേ അമ്മേ. എനിക്കൊരു കുഴപ്പമില്ലടാ, ഒരു കുഴപ്പമില്ല. ആ ഭാവനയും വസുവും കൂടി എന്നെ താഴെ തള്ളിടാൻ വേണ്ടി ഈ വാതിൽ പടിയില് കളർ പൊടികൾ കൊണ്ടുവച്ചതാ. വെച്ചിട്ടുണ്ട്, അവളുമാർക്ക് വെച്ചിട്ടുണ്ട്. ആന്റി, ഇവിടെ കളർ പൊടി വെച്ചത് ഏട്ടത്തിയൊന്നും അല്ല, ഞാനാ. നീ എന്ത് ധൈര്യത്തിലാണ് എന്നോട് പറഞ്ഞത്? എന്താടി നിനക്ക് എന്നോട് ഇത്രമാത്രം പാക? ആന്റിയെ തള്ളിയിടാൻ വേണ്ടിട്ടല്ല ഞാൻ പ്ലേറ്റ് ഇവിടെ കൊണ്ട് വച്ചത്. പിന്നെ കോലം ഇടാൻ വേണ്ടിട്ടാ. എന്താ പറഞ്ഞേ? നീ കോലിടാൻ പോവായിരുന്നു? എടി, നിന്നെ കൈകൂപ്പി തൊഴാം. ഇനി ഇതുപോലെ അന്യായമായിട്ട് മോശമായിട്ട് ക്രൂരമായ ആലോചനകളൊന്നും വേണ്ട മോളെ. നിനക്ക് പുണ്യം കിട്ടും. ഞാൻ കഷ്ടപ്പെട്ട് കോലം ഇടാന്ന് വിചാരിച്ചപ്പോ ഡിസ്കറേജ് ചെയ്യാണോ? കോല ഇടാൻ നിന്നോട് ആരാടി പറഞ്ഞത്? ആരും പറഞ്ഞതല്ല, ഞാൻ സ്വയം തന്നെ ഇടാന്ന് വിചാരിച്ചതാ. എന്തിന്? എന്റെ ഈ നടു ഓടിക്കാൻ വേണ്ടിട്ടോ? അല്ല ആന്റി, കോലം ഇട്ട് അമ്മയെ ഇംപ്രസ് ചെയ്യാന്ന് വിചാരിച്ച. നിനക്ക് അമ്മ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി എന്റെ ഇളയമെ കംപ്രസ് ചെയ്യാലടി. അത് ഇംപ്രഷൻ ആണടാ, നീയാണ് എന്നെ കംപ്രസ് ചെയ്യുന്നത്. എന്തിനാടി ഈ പണിയൊക്കെ? നിന്റെ അമ്മായി ഇംപ്രസ് ചെയ്യിക്കണെങ്കിലേ അതിന് കുറച്ച് ബുദ്ധിയൊക്കെ വേണം, പിന്നെ ജോലിയും ചെയ്യാൻ അറിയണം. കുറച്ചൊക്കെ അടക്കം ഒതുക്കം വേണോടി. ഈ ഗുണങ്ങളൊന്നും ഇല്ലാതെ നീ ഒറ്റയ്ക്ക് യുദ്ധത്തിനിറങ്ങിയാ അതെല്ലാം അനുഭവിക്കേണ്ടത് ഞാനാടി. നീ ഒന്നും മനസ്സിലാക്കും പ്ലീസ്. ഇതാ നോക്ക്, നമുക്കറിയാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാനേ പാടില്ല. മനസ്സിലായല്ലോടി ഹണി ഡാർലിംഗ്. ഇളയമ്മ പറഞ്ഞത് ഫോളോ ചെയ്യ. നോ, എന്റെ മനസ്സ് മാറില്ല. ഞാനൊരു വലിയ കാര്യം ചെയ്യാൻ പോവാ. നിങ്ങൾ എല്ലാവരെ കൊണ്ടും ഗ്രേറ്റ് എന്ന് പറയിപ്പിക്കും. ഈ കാർത്തിക ആരാണെന്ന് പ്രൂവ് ചെയ്യാൻ പോവാണ്. കണ്ടോ? ഇവളിനി എന്ത് മണ്ടത്തരം കാണിക്കൂ എന്തോ. അച്ഛാ, അമ്മേ, ഇന്നലെ രാത്രി എന്റെ അമ്മ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ദിവസം വീട്ടിലേക്കൊന്ന് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. നിങ്ങള് സമ്മതിക്കുവാണെങ്കിൽ ഏട്ടനും ഞാനും കുട്ടികളും ഒന്ന് പോയിട്ട് വരുമായിരുന്നു. ഇത്ര ചെറിയ കാര്യത്തിനൊക്കെ ഞങ്ങളുടെ പെർമിഷൻ എന്തിനാ മോളെ? എന്നാ 2 ദിവസം വേണ്ട, ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നാ മതി. അതെ മോളെ, ഈയിടെയായിട്ട് ജോലി എന്ന് പറഞ്ഞ് നിങ്ങളാരും ശരിക്കും റെസ്റ്റ് എടുക്കുന്ന പോലുമില്ല. എന്തൊക്കെയായാലും ഇതിന്റെ പേരിൽ അബിക്ക് റെസ്റ്റ് എടുക്കാമല്ലോ. സന്തോഷമായിട്ട് പോയി വരൂ. ഒരുപാട് താങ്ക്സ് ഉണ്ട് അമ്മേ. താങ്ക് യു അച്ഛാ. ഇത്രയും നാൾ അബി ഇല്ലാതിരുന്ന ഓഫീസിലെ കാര്യമൊക്കെ ആര് നോക്കുമേ? ഏട്ടനെ കൊണ്ട് നോക്കാൻ പറ്റില്ലേ? എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കഴിയില്ല ഭാവനെ. അതിന് അഖിലുണ്ടല്ലോടാ. ഞാൻ ഓഫീസിലെ ചെറിയ ചെറിയ ജോലികൾ ഇളയമ ചെയ്യാറ്. ഓഫീസ് മൊത്തോട്ട് നോക്കാനൊന്നും എന്നെ കൊണ്ടാവില്ല. എന്താടാ അഖിലേ ഇത്? നിങ്ങൾക്ക് 2 പേർക്കും അത്ര എക്സ്പീരിയൻസ് ഇല്ലേ? ഓഫീസ് കാര്യം നിങ്ങൾക്കറിയില്ലേ? ഒരാഴ്ച ഈ അബി ഓഫീസിലില്ലെങ്കിൽ നിങ്ങൾക്കാർക്കും മാനേജ് ചെയ്യാൻ അറിയില്ല. പാവം വസു സ്വന്തം വീട്ടിലേക്ക് പോകണമെന്ന് എന്തുമാത്രം ആഗ്രഹിക്കുന്നു. സാരമില്ലമ്മേ, ഞങ്ങൾ വേറൊരു ദിവസം പൊയ്ക്കോളാം. അപ്പോഴെല്ലാം ഓഫീസ് ഇവര് തന്നെയല്ലേ നോക്കേണ്ടത്? ഇവരെ കൊണ്ട് പറ്റില്ലേ പിന്നെ ആര് നോക്കാനാ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം.
നീ ഓഫീസ് നോക്കാന്നോ? നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? എന്താ എന്നെ കൊണ്ട് പറ്റില്ലേ? എനിക്ക് പഠിപ്പില്ലേ? പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, അതിന് കുറച്ച് അനുഭവം വേണം. അതേ മോളെ, ഓഫീസ് കാര്യം എന്ന് പറഞ്ഞാൽ ഇവന്റ് നോക്കുന്ന അത്ര എളുപ്പമല്ല. എന്നെ കൊണ്ട് അതിന് കഴിയോ അച്ഛാ? നിന്റെ ഭാസ്കരേട്ടന് അഖിലും പറ്റില്ല എന്ന് പറയുമ്പോ നിനക്ക് എങ്ങനെ പറ്റൂടി? അവളെ കൊണ്ട് അതിന് പറ്റുമല്ലേ? അവൾക്ക് അതിനുള്ള കഴിവുണ്ട്. ഓഫീസ് അവളെ ഏൽപ്പിച്ച മതിയാകും. വസുന്ധര, അത് വേണ്ട. കാർത്തികാണെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ല, അവളെ കൊണ്ടത് പറ്റില്ല. എന്നെ കൊണ്ട് അതിന് കഴിയോ അഭിയേട്ടാ? ഞങ്ങളുടേതും ഒരു ബിസിനസ് ഫാമിലിയാണ്. എന്റെ മോം ചെയ്ത എത്രയോ പ്രോജക്റ്റുകളിൽ ഞാൻ ഇൻഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ കമ്പനി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഒരാളായി ജോലിയും ചെയ്തിട്ടുണ്ട്. ഒരു കമ്പനിയിൽ ഡയറക്ടർ ചെയ്യുന്ന ജോലി പോലെ അല്ല ഈവൻ ജോലി ചെയ്യുന്നത്. അവിടെ മറ്റുള്ള ഡയറക്ടേഴ്സ് ഹെൽപ്പ് ചെയ്യാൻ കൂടെ ഉണ്ടാവും. ഇവിടെ നമ്മുടെ ഭാസ്കരേട്ടനും അഖിലും ഹെൽപ്പ് ചെയ്തോളൂ ഏട്ടാ. ഏയ് വേണ്ട എടുത്തി, അവൾക്കൊന്നും അറിയില്ല. ആവശ്യമില്ലാതെ അവളെ സപ്പോർട്ട് ചെയ്യണ്ട. അതെ മോളെ, അവൾ എന്തെങ്കിലും ചെയ്തിട്ട് കുഴപ്പമായി കഴിഞ്ഞാൽ പിന്നെ അതാകെ പ്രശ്നമാവും. മാത്രമല്ല നമ്മുടെ കമ്പനിയുടെ റെപ്യൂട്ടേഷൻ തകരാറിലാവുകയും ചെയ്യും. പേര് മാത്രമല്ല, ഒരുപാട് കാശും ചിലപ്പോ നഷ്ടപ്പെടും. എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് ഇതുപോലത്തെ ഒരു ജോലിയും കൊടുക്കരുത്. എന്തെങ്കിലും ഒരു ജോലി ഏൽപ്പിച്ചാലല്ലേ ഇളയമേ എക്സ്പീരിയൻസ് ഉണ്ടാവുള്ളൂ. എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ഓഫീസും ഇവന്റ്സ് ജോലികളും ഒക്കെ ഞാൻ നോക്കിക്കോളാമെന്ന് അവളായിട്ട് തന്നെ വന്ന് പറഞ്ഞില്ലേ. അവളൊന്ന് ചെയ്ത് നോക്കിയാലല്ലേ എക്സ്പീരിയൻസ് കിട്ടൂ. ഒരു ചാൻസ് കൊടുത്തെന്ന് വെച്ചിട്ട് എന്ത് തെറ്റാവുള്ളത്? അതെ, എനിക്ക് ഒരേ ഒരു ചാൻസ് തന്നു നോക്കൂ. സക്സസ് ആവുന്നെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, ഫെയിൽ ആവുന്നെങ്കിൽ പിന്മാറാം. നിനക്ക് പാചകം അറിയില്ല, തുണി കഴുകാനും അറിയില്ല, പിന്നെങ്ങനെ ഓഫീസ് മാനേജ് ചെയ്യും? ഇവന്റ് എങ്ങനെ ചെയ്യും? പണം നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല മോളെ, പക്ഷെ സ്ഥാപനത്തിന് പേരുദോഷം വരരുത്. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയണമെന്ന് റൂൾ ഉണ്ടോ അച്ഛാ? വിമാനം പറത്തുന്ന ലേഡി പൈലറ്റിന് ചിലപ്പോ കോഫി ഉണ്ടാക്കാൻ അറിയില്ലായിരിക്കും. കോഫി ഉണ്ടാക്കാൻ പോലും അറിയാത്ത പെണ്ണിന് വിമാനം എങ്ങനെ പറപ്പിക്കുമെന്ന് നമുക്ക് ചോദിക്കാൻ പറ്റുമോ? ഇവളുടെ ഒരു ലോജിക്കും നാശം പിടിക്കും. വലിയ വലിയ ലേഡി ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, പിന്നെ സയന്റിസ്റ്റ് അവരുടെ ലൈഫില് ഒരു തവണ പോലും അവരുടെ സ്വന്തം തുണി അലക്കിയിട്ടുണ്ടാവില്ല എന്ന് കരുതി അവർക്ക് ടാലന്റ് ഇല്ലാന്ന് പറയാൻ പറ്റുമോ? വലിയ വലിയ ജോലികൾ ചെയ്യാൻ അറിയാവുന്നവർക്ക് ചെറിയ ചെറിയ ജോലികൾ ചെയ്യാൻ അറിയില്ലായിരിക്കും. അതുകൊണ്ട് അവർക്ക് അവസരം കൊടുക്കാതിരിക്കുന്നത് ശരിയാണോ? കാർത്തിക പറഞ്ഞത് 100% കറക്റ്റ് അച്ഛാ. എല്ലാ ജോലികളും അഖിലിന് നന്നായി ചെയ്യാൻ അറിയണമെന്നില്ല. അടുക്കള ജോലിയും വീട്ടുകാര്യങ്ങളും ചെയ്യാൻ അറിയാത്ത കാർത്തിക ഓഫീസിലെ ജോലികൾ നന്നായിട്ട് ചെയ്താലോ? ഒരു ചാൻസ് കൊടുത്തു നോക്കിയാലല്ലേ അറിയാൻ പറ്റൂ. എന്ത് പറയുന്ന അഭി? വേണ്ട ഏട്ടാ, സമ്മതിക്കരുത്. നന്നായിട്ടൊന്ന് ആലോചിച്ചിട്ട് പറയാവി. കാർത്തികയ്ക്ക് ഓഫീസ് ജോലി ഏൽപ്പിക്കുന്നതിൽ എനിക്കൊരു താല്പര്യമില്ല. എന്നാൽ അവളുടെ കോൺഫിഡൻസും വസുന്ധരയുടെ സപ്പോർട്ടും കാണുമ്പോൾ കാർത്തികയ്ക്ക് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാൻ തോന്നുന്നു. താങ്ക് യു അഭിയേട്ടാ, താങ്ക് യു സോ മച്ച്. ഓഫീസിൽ ഇവള് കാരണം എന്തെങ്കിലും സംഭവിച്ചാ എന്ത് ചെയ്യും അഭി? ഒന്നും സംഭവിക്കില്ല അമ്മേ. അതിന്റെ ഉത്തരവാദിത്തം കാർത്തിക ഏറ്റെടുത്തു. ടോട്ടൽ റെസ്പോൺസിബിലിറ്റി എന്റേതാ. എന്നാൽ ഇന്നു മുതൽ ഏട്ടനും അഖിലും നിനക്ക് കൂട്ടിനുണ്ടാവും. അവരോട് ഡിസ്കസ് ചെയ്യാതെ ഒരു കാര്യങ്ങളും ചെയ്യരുത്. അങ്ങനെ തന്നെ ചെയ്യാം അഭിയേട്ടാ.
താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് ദിസ് ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി അബിയേട്ടാ. താങ്ക് യു സോ മച്ച്. എന്തായാലും ഏട്ടനെ ഒന്നുകൂടി ആലോചിക്കുന്നത് വളരെ നന്നായിരിക്കും. കാർത്തികൻ നീ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ ആര് വിശ്വസിക്കാനാ? ആര് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നീ അവളെ വിശ്വസിക്കണ്ടേ? അങ്ങനെ പറയെടുത്തി. എപ്പോ നോക്കിയാലും എനിക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞോണ്ടിരിക്കും. എന്നെ ഡീഗ്രേഡ് ചെയ്തോണ്ടിരിക്കും. അവൻ നിന്നെ ഡീഗ്രേഡ് ചെയ്യുന്ന അല്ല മോളെ, നിനക്ക് പരിചയമില്ലാത്ത ജോലി തന്ന് കഷ്ടപ്പെടുത്തണ്ടല്ലോ എന്ന് കരുതിയിട്ടാ. ഞാൻ കഷ്ടപ്പെടാൻ തയ്യാറാ അച്ഛാ. എല്ലാം ഞാൻ പഠിച്ചോളാം. എനിക്ക് എക്സ്പീരിയൻസും ആവും. ഓൾ ദി ബെസ്റ്റ് കാർത്തിക. ബി കെയർഫുൾ. നിന്റെ മേലുള്ള വിശ്വാസം നീ തന്നെയാ സംരക്ഷിക്കേണ്ടത്. ഒരു ചാൻസ് തന്നല്ലോ ഏട്ടത്തി. എന്റെ കഴിവ് എന്താണെന്ന് കാട്ടിത്തരാം. മര്യാദയ്ക്ക് ഉണ്ടാക്കി തരുന്ന ഭക്ഷണം കഴിച്ചുറങ്ങാതെ എന്തിനീ ആവശ്യമില്ലാത്ത പണി? ഇനി എന്തെങ്കിലും അബദ്ധം സംഭവിച്ചാ അതിന്റെ ഉത്തരവാദിത്തം ആര് ഏറ്റെടുക്കും? എല്ലാ ഉത്തരവാദിത്വം എന്റേതാണ്. ആന്റി വെറുതെ ടെൻഷൻ അടിക്കണ്ട. ഏട്ടനും അഖിലും കാർത്തിക് സപ്പോർട്ടായിട്ടുണ്ടാവും. ഞങ്ങള് പോയിട്ട് വരാം അമ്മേ. ശ്രദ്ധിച്ചു പോണേ. സന്തോഷമായിട്ട് തിരിച്ചു വരണം. ഞാൻ സാധിച്ചെടുത്തു. യെസ് യെസ് യെസ്. ആന്റി, ഞാൻ സാധിച്ചെടുത്തല്ലോ. എനിക്ക് ജാക്ക്പോട്ട് അടിച്ചല്ലോ. എന്റെ സ്വപ്നം നടക്കാൻ പോവാ. എനിക്ക് സന്തോഷമായി. യെസ് യെസ് യെസ്. നിനക്കിപ്പൊ കിട്ടിയത് ജാക്ക്പോട്ട് അല്ലടി, നിനക്കുള്ള ശവപ്പെട്ടിയാ. നീ ട്രാൻസ്ഫോമർ ടച്ച് ചെയ്യാൻ പോവാ. അറിഞ്ഞോണ്ട് ഡ്രൈനേജിൽ വീഴാൻ പോവാ. നിങ്ങൾ എന്തായി പറയുന്നേ? ഞാൻ ഈവന്റ് ചെയ്യാൻ പോവാണ്. ഇടി, പാചകം ചെയ്യാൻ പറഞ്ഞപ്പോ നീ അത് കൊളാക്കി. തുണി കഴുകാൻ പറഞ്ഞപ്പോ അതിന്റെ കളർ പോലും മാറ്റി. ഇത്രയും വലിയ ഇവന്റ് ഒക്കെ നീ എങ്ങനെ നടത്തോടി? അഭി ചെയ്യുന്ന ജോലിയൊക്കെ നീ എങ്ങനെ ചെയ്യോടി? അഭിയേട്ടനെക്കാളും നന്നായിട്ട് ഞാൻ ചെയ്യും. ഇത്രയും വർഷം കൊണ്ട് അഭിയേട്ടൻ സമ്പാദിച്ച ആ പേരുണ്ടല്ലോ, ഞാൻ ജസ്റ്റ് 2-3 ഡേയ്സ് കൊണ്ട് സമ്പാദിക്കും. ആഗ്രഹമൊക്കെ നല്ലതാ, പക്ഷെ ഇതുപോലത്തെ അത്യാഗ്രഹം നന്നല്ല. എന്റേത് ആഗ്രഹമോ അത്യാഗ്രഹമോ ഒന്നും അല്ല ആന്റി. ആത്മവിശ്വാസമാണിത്. എന്നെ കൊണ്ട് എന്തും ചെയ്യാൻ പറ്റുമെന്നുള്ള വിശ്വാസം. ആന്റി വേണമെങ്കിൽ കണ്ടോളൂ, ഞാൻ ആരാണെന്ന് തെളിയിച്ചു തരാം. വേണ്ട മോളെ, ആ നേരം തൊട്ട് എന്റെ കണ്ണ് തുടിച്ചോണ്ടിരിക്കുക. എന്തോ അപശകനം നടക്കാൻ പോവാ. അയ്യോ, നീ എന്തെങ്കിലും ചെയ്ത് എന്തെങ്കിലും അബദ്ധം കാണിച്ചാ അത് കമ്പനിക്ക് തന്നെ മോശ. ദൈവമേ, തെറ്റ് ചെയ്താ സഹോദരനാണോ? വയസ്സിന്റെ മൂപ്പൊന്നും നോക്കാതെ അഭിഭാസ്കറിനെ ശകാരിച്ചില്ലേ? സ്വന്തം അനുജനായിരുന്നിട്ട് കൂടി അഖിലിന് ഇവന്റ്സിന്റെ ഉത്തരവാദിത്വം കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ളപ്പോ ഇത്രയും വലിയൊരു ഭാരം നീ ഒറ്റയ്ക്ക് തലയിലെടുത്ത് വെച്ചില്ലേ? ഒരു ചെറിയ തെറ്റ് ചെയ്താൽ പോലും കിട്ടുന്ന ശിക്ഷ വളരെ വലുതായിരിക്കും. നിന്റെ നല്ലതിന് വേണ്ടിട്ടല്ലേ പറയുന്ന കേൾക്ക് മോളെ. ഇവന്റ് റെസ്പോൺസിബിലിറ്റി നിനക്ക് വേണ്ട മോളെ. ആന്റി ആവശ്യമില്ലാതെ വെറുതെ ഭയപ്പെടുകയാണ്. എന്റെ ടാലന്റിനെ സംശയിക്കുകയാണ്. അയ്യോ അയ്യോ, നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ? എന്നും രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ചിട്ട് കാപ്പി കുടിച്ചിട്ട് പിന്നെ കുളിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വെറുതെ TV കണ്ട് ഉച്ചഭക്ഷണം കഴിച്ച് ഒന്ന് മയങ്ങി ഇങ്ങനെ സമാധാനത്തോടെ ഇരിക്കുന്ന നിനക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? അങ്ങനെയൊക്കെ ചെയ്ത് ഇങ്ങനെ ലേസി ആയിട്ടിരിക്കാൻ ഞാൻ അതിന് നിങ്ങളല്ല ആന്റി. ഷാർപ്പാണ് ഞാൻ. എടി കഴുതേ, നിനക്ക് എന്താ ബുദ്ധിയില്ലടി? ആവശ്യമില്ലാതെ അബിയുടെ കയ്യിൽ നിന്ന് വഴക്ക് വാങ്ങിക്കാന്നല്ലാതെ നിന്നെ കൊണ്ടൊരു ചുക്കും നടക്കില്ല. ഞാൻ പേരുണ്ടാക്കുന്നത് നിങ്ങൾക്ക് അസൂയാണല്ലേ? ഞാൻ എങ്ങാനും പ്രശസ്തയാകുമെന്ന് നിങ്ങൾ വല്ലാതെ ഭയപ്പെടുന്നു. ഞാൻ അങ്ങനെ പ്രശസ്തയാകണ്ടെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. നീ അങ്ങനെയാണോ ധരിച്ചിരിക്കുന്നേ? നീ വലിയ പേര് സമ്പാദിച്ച് ഒരു വലിയ ആളായി തീർന്ന ഏറ്റവും ആദ്യം സന്തോഷിക്കുന്ന ഞാനാടി. പക്ഷേ നിനക്ക് അത്രയും ബുദ്ധിയൊന്നും ഇല്ലല്ലോ. കോഫി കുടിക്കാന്നല്ലാതെ കോഫി ഉണ്ടാക്കാൻ അറിയാത്ത നീ ഇവന്റ് എങ്ങനെ നടത്തൂടി? ഡോണ്ട് വറി ആന്റി, എന്നെ കുറിച്ച് അറിയാത്തത് കൊണ്ടാ നിങ്ങൾ പേടിക്കുന്നേ. ഞാനൊരു അത്ഭുതമാണ്. എന്തെങ്കിലുമൊക്കെ അത്ഭുതം സംഭവിക്കുമ്പോ അതാരും അറിയില്ല. അത് നടന്നതിന് ശേഷം ആശ്ചര്യപ്പെടുകയുള്ളൂ. ഞാനും അങ്ങനെയാണ്. നിർത്ത്. നീ ഒന്നിൻ്റെ സിനിമാ ഡയലോഗും. എന്റെ ഇടത് കണ്ണ് നിർത്താതെ തുടിച്ചോണ്ടിരിക്കുക, അറിയോ? നീ ഒന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുമോളെ. കണ്ണ് തുടിക്കുന്നുണ്ടെങ്കിൽ പോയി ഡോക്ടറെ കാണിക്ക്. എടി, നിന്റെ കഷ്ടകാലം തുടങ്ങിയടി. നിന്റെ തലയിലെഴുത്ത്. എനിക്കിപ്പോ എന്താ?
വസുന്ധര, നമുക്കൊരു കരിക്ക് കുടിച്ചാലോ? ഉം. വാ. ഉണ്ണി, അനു, കീർത്തി, നിങ്ങൾ ഇറങ്ങിക്കോ. എല്ലാവർക്കും ഓരോ കരിക്കെടുത്തോ. ചേഞ്ച് തരൂ. ഏത് ചേഞ്ച്? നിങ്ങൾ 100 രൂപ തന്നു, 2 ഐസ്ക്രീമും ഞാൻ തന്നു. കണക്ക് ശരിയല്ലോ? അതല്ല, 200 തന്നെ. അല്ല മാഡം, നിങ്ങൾ 100 തന്നെ. അല്ലെന്നേ, ഞാൻ 200 തന്നെ. ശരിക്കൊന്ന് നോക്കിയേ. വേണമെങ്കിൽ ഇത് നോക്ക്. ഞങ്ങൾക്ക് കരിക്ക് വേണ്ട, ഐസ്ക്രീമാ ഞങ്ങൾക്ക് വേണ്ടത്. ഓക്കെ, നിങ്ങൾ പോയി വാങ്ങിച്ചോളൂ. ഒരു മിനിറ്റ്. ഏട്ടൻ പോയി ഐസ്ക്രീം വാങ്ങിക്കൊണ്ട് വാ. പക്ഷെ കാശ് കൊടുക്കാതെ വാങ്ങിക്കൊണ്ട് വരണം. കാശ് കൊടുക്കാതെ എങ്ങനെയാണ് നമുക്ക് ഐസ്ക്രീം തരുന്നത്? ഏട്ടൻ വലിയ ബുദ്ധിശാലിയൊക്കെ അല്ലേ? ഏട്ടന്റെ ബുദ്ധി ഉപയോഗിച്ച് ഫ്രീ ആയിട്ട് ഐസ്ക്രീം വാങ്ങിക്കൊണ്ട് വാ. ഈ ഗെയിം കൊള്ളാലോ അച്ഛാ. വേഗം പോയി വാങ്ങിട്ട് വാ. ഏയ്, പോയി വാങ്ങേട്ടാ. ഓക്കെ. നിങ്ങൾ 100 തന്നെ. താനൊക്കെ എന്തു മനുഷ്യനാടോ? വേണ്ട, ചെറിയൊരു തൊണ്ടവേദന. ഇയാളെ എങ്ങനെ ചീറ്റ് ചെയ്യും? നോ, ഐ കോണ്ട്. എന്നെ കൊണ്ട് കഴിയില്ല. എന്താ പറ്റിയാ? ഐ എം സോറി. എന്നെ കൊണ്ട് പറ്റില്ല. എന്ന് വെച്ചാ ഏട്ടന് ബുദ്ധിയില്ലെന്ന് അർത്ഥം. അയ്യോ അച്ഛാ, അച്ഛൻ ബുദ്ധിശാലിയല്ല. അച്ഛൻ ഇന്റലിജന്റ് ആണെന്നാ ഞാൻ വിചാരിച്ചേ. നിങ്ങളുടെ അമ്മ ഇന്റലിജന്റ് ആണോ? അങ്ങനെയാണെങ്കിൽ അവളോട് പോയി ഫ്രീ ആയിട്ട് ഐസ്ക്രീം വാങ്ങിച്ചിട്ട് വരാൻ പറ. അമ്മ പോയി വാങ്ങിട്ട് വാ. ശരി, ഇപ്പൊ തന്നെ വാങ്ങിക്കൊണ്ടുവരാം. ഐസ്ക്രീം, ഐസ്ക്രീം. പറഞ്ഞോളൂ മാഡം. 3 ഐസ്ക്രീം വേണമായിരുന്നു. ബാക്കി തന്നോളൂ. നിങ്ങൾ കാശ് തന്നില്ല മാഡം. ഇപ്പോഴായിട്ടല്ലേ ഞാൻ 200 രൂപ തന്നത്? ഇല്ല മാഡം, നിങ്ങൾ കാശ് തന്നില്ല. വേണമെങ്കിൽ നോക്ക്, 50ന്റെ 100ന്റെ നോട്ടുകളെല്ലാം. 200ന്റെ നോട്ട് ഇതിലില്ലല്ലോ. നിങ്ങൾ പാന്റിന്റെ പോക്കറ്റിൽ വെക്കുന്നത് ഞാൻ കണ്ടതാ. മര്യാദയ്ക്ക് ബാലൻസ് തന്നെ. പോക്കറ്റിലൊന്നും ഇല്ല. ഞാൻ തന്നതാണെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ബാലൻസ് എടുക്കാനാ പറഞ്ഞത്. എന്ത് പറ്റി മാഡം? കണ്ടില്ല ചേട്ടാ, ഞാൻ ഇയാൾക്ക് 200 രൂപ കൊടുത്ത് 3 ഐസ്ക്രീം വാങ്ങിയായിരുന്നു. ബാക്കി 50 രൂപ തരാൻ പറഞ്ഞപ്പോ ഞാൻ ഇയാൾക്ക് കാശ് കൊടുത്തിട്ടേ ഇല്ലെന്ന് പറയുന്നു. എന്താ ചേട്ടാ, ലേഡീസിനെ പറ്റിക്കാൻ നോക്കുവാണോ? ഞാൻ സത്യ പറയുന്നത് സാർ, ഈ മേഡം കാശ് തന്നിട്ടില്ല. ഞാൻ കൊടുത്തതാ ചേട്ടാ. പാന്റിന്റെ പോക്കറ്റിൽ വെച്ചിരിക്കുക. ബാലൻസ് തരാൻ പറഞ്ഞപ്പോ തരുന്നില്ല. ഞാൻ കൊടുത്ത 200 രൂപ ഇയാളുടെ കയ്യിലുണ്ട്. നീ ആ പൈസ എടുത്ത് കാണിച്ചടാ. അത് കണ്ടില്ലേ, ഞാൻ കൊടുത്ത 200 രൂപ നോട്ട്. ഇത് വേറൊരാള് തന്ന കാശാ മാഡം. ഇല്ല, കണ്ടോ, ഈ നോട്ടില് 5 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നോക്കിക്കേ.
നിങ്ങൾ പറ, ആരാ ഇവിടെ കള്ളം കാണിച്ചത്? പണം കൊടുക്കുന്നോ അതോ തല്ലു വാങ്ങുന്നു? ലേഡീസിനെ പറ്റിക്കാൻ നോക്കുന്നടാ. ഞങ്ങള് പോലീസിനെ അറിയിക്കണോ? വേണ്ട സാർ, വിട്ടേക്ക് സാർ. ഇതാ മാഡം, നിങ്ങളുടെ കാശ് നിങ്ങൾ തന്നെ വെച്ചോ. താങ്ക്സ് ചേട്ടന്മാരെ. ഇപ്പൊ കണ്ടല്ലോ, ഫ്രീ ആയിട്ട് 3 ഐസ്ക്രീമും എക്സ്ട്രാ 200 rupees വാങ്ങിട്ട് വന്നു.